ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റിക് മന്ത്ര. എന്നത്തെയും പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു നാച്ചുറൽ റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ റെമഡീസ് മാത്രം ഷെയർ ചെയ്യുന്നൊരു ചാനലാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് നമുക്ക് ഫേസിന് നല്ലൊരു ഗ്ലോ തരാനും അതുപോലെ തന്നെ മുഖക്കുരുവൊക്കെ ഒത്തിരി വരുന്നവരാണെങ്കിൽ അതൊക്കെ കുറയാനും വേണ്ടിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. കൂടാതെ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ നേരത്തെ തന്നെ വരുന്ന റിങ്കിൾസ് ഒക്കെ തടയാനും അതുപോലെ തന്നെ റിങ്കിൾസ് കുറയ്ക്കാനും, അതായത് നമ്മുടെ ഫേസിലുള്ള ചുളിവുകൾ കുറയ്ക്കാനും നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി നമ്മുടെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നസ് തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് പാക്കാണ്. നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പം അതെപ്പോഴും നമ്മൾ പറയുന്ന ബെനിഫിറ്റിലുപരി നമ്മുടെ ഫേസിൽ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് സ്കിൻ ഇഷ്യൂസിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കൂടെ തരും. അതായത് ഞാനീ പറയുന്ന റിസൾട്ടിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേറെയും ബെനിഫിറ്റ് പലർക്കും കിട്ടിയെന്നിരിക്കും. അത് നിങ്ങളുടെ സ്കിന്നിൻ്റെ കണ്ടീഷനെയും സ്കിന്നിൻ്റെ ഇഷ്യൂസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഏത് ടൈപ്പ് സ്കിൻകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണിത്. ഇന്നത്തെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് നേരെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കിതുപോലെ ഒരു 1/4 കഷ്ണം കുക്കുംബറാണ് ആവശ്യം. അപ്പോൾ കുക്കുംബർ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്ത സമയത്ത് ഇതിൻ്റെ കുരുവൊന്നും കളഞ്ഞിട്ടില്ല. എനിക്കിതുപോലെ സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന് വെള്ളമൊന്നും ചേർക്കണ്ട, ഓൾറെഡി കുക്കുംബറിലുള്ള വെള്ളം തന്നെ ധാരാളമാണ്. നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് നമ്മുടെ സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഉലുവ പൊടിച്ചതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഉലുവ എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് അളവിലൊക്കെ പൊടിക്കുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരാൻ ഇച്ചിരി പാടായിരിക്കും. നിങ്ങൾക്കൊരു കുറച്ച് കൂടി അളവിൽ പൊടിച്ച് വെക്കാം. അതിൽ നമുക്ക് ആവശ്യം 2 ടേബിൾ സ്പൂണാണ്. അപ്പോൾ നമ്മുടെ ഈ കുക്കുംബർ ജ്യൂസിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ കൂടെ ചേർക്കുകയാണ്. നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. പക്ഷേ വെറും 2 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ടിന് യാതൊരു കുറവും വരില്ല. നമ്മൾ ചേർത്തിരിക്കുന്ന 2 ഇൻഗ്രീഡിയൻറ്റും വളരെ നമ്മുടെ സ്കിന്നിന് ബെനിഫിറ്റ് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ തിക്കായിട്ടുള്ള കുക്കുംബർ ജ്യൂസും നമ്മുടെ ഉലുവ പൊടിച്ചതും ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റോളം ഒന്ന് ഇളക്കിയ ശേഷമാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് കറക്റ്റ് ഈ ഒരു പാകത്തിലെത്തുന്നത്. ഇനി നമുക്കിത് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം വേണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കിയ ശേഷം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഫേസ് പാക്ക് റിമൂവ് ചെയ്യുമ്പം ഒരു 5 മിനിറ്റൊക്കെ നമ്മളിതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതൊരു എക്സ്ട്രാ ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് തരും. അപ്പോൾ അങ്ങനെ മസാജ് ചെയ്ത ശേഷം നമുക്കിത് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. ഇനി ഫേസ് പാക്ക് കഴുകിക്കളഞ്ഞ ശേഷം നമ്മൾ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് ഒരു റോസ് വാട്ടർ ടോണറായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് വേറെ ടോണേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. പ്ലെയിൻ റോസ് വാട്ടറാണ് ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടോണർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടോണർ അപ്ലൈ ചെയ്ത ശേഷം ഒരു 2 മുതൽ 5 മിനിറ്റിലൊക്കെ വെയിറ്റ് ചെയ്യുക. ഈ ടോണർ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന മോയ്സ്ചറൈസർ ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി യൂസ് ചെയ്ത് നോക്കിയാൽ പിന്നെ ഒരു മോയ്സ്ചറൈസർ വാങ്ങാൻ നിങ്ങൾക്ക് തോന്നുകയില്ല. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്വാണ്ടിറ്റി നമുക്ക് 3 തവണ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനുള്ള അത്രയും ക്വാണ്ടിറ്റി അതൊരു ടേബിൾ സ്പൂൺ അളവിലൊക്കെ എടുത്ത ശേഷം ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇത് ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ 3 തവണ ചെയ്യാനായിട്ട് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സിവിയർ ആയിട്ടുള്ള ടാനിങ് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ പിന്നെ നേരത്തെ വന്ന റിങ്കിൾസ് ഇതൊക്കെ കൂടുതലാണെങ്കിൽ നിങ്ങൾക്കിത് 1 മാസത്തോളം കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇങ്ങനെ ഒന്നും അല്ലാന്നുണ്ടെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നാച്ചുറൽ റെമഡീസാണ്. നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു പേടിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒത്തിരി നാച്ചുറൽ റെമഡീസ് ഷെയർ ചെയ്യുന്നൊരു ചാനലാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.